പ്രിയപ്പെട്ടവരെ, ഏറ്റവും അനുയോജ്യമായൊരു സാഹചര്യത്തിൽ ഇവിടെ വരാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. അനുയോജ്യമായ എന്നുള്ള വാക്കിന് വലിയൊരു പ്രസക്തിയൊന്നുമില്ല. കാരണം പല ആൾക്കാരുടെ ഐഡന്റിറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. പല എഴുത്തുകാരും സ്ഥലപ്പേരൊക്കെ അറിയപ്പെടും. ഇപ്പോൾ രാമൻ, തകഴി രാമൻ എന്ന് പറഞ്ഞാൽ കഥ എഴുതിക്കൊണ്ടിരിക്കുക, നിരന്തരമായിട്ട് നോവൽ വരിക, അവസാനം അയാളെ കുറിച്ച് നിരൂപണങ്ങൾ വരുമ്പോൾ തകഴിയുടെ ഇന്ന പുസ്തകം എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെഫർ ചെയ്യുന്നു. അങ്ങനെ ഈ തകഴി രാമൻ ശ്രദ്ധിക്കപ്പെടുകയും ശിവശങ്കരപ്പുഴ ഇല്ലാതാവുകയും ചെയ്യുന്നൊരു കാലഘട്ടത്തിലാണ് ഈ കേച്ചേരി എന്നുള്ള വാക്കിനർത്ഥം വരുന്നത്. ഒരുപാട് കേച്ചേരിക്കാർ എഴുത്തുകാരുണ്ട്. പക്ഷേ യൂസഫ് അലി കേച്ചേരി ഒന്നേ ഉള്ളൂ എന്ന് തെളിയിച്ചത് അദ്ദേഹത്തിൻ്റെ കവിതകളല്ല, ചലച്ചിത്ര ഗാനങ്ങളാണ്. ഇത് ഞാൻ ഇതിനും ഒരു ആലോചിക്കായിരുന്നു, അദ്ദേഹത്തെക്കുറിച്ച് എന്താണ് പറയേണ്ടത്. വർഷങ്ങൾക്ക് മുമ്പ് ചന്ദ്രാജിയുടെ ആർക്കേലാവിൻ്റെ മുമ്പിൽ അന്ന് സുമുഖനായ യൂസഫ് അലി കേച്ചേരിയാണ് ഒരു ഗാനരചയിതാവും അത്യാവശ്യം ഒരു സിനിമാ നിർമ്മാതാവുമൊക്കെ മദ്രാസിൽ കഴിയുന്നൊരു കാലമാണ്. അന്ന് കാണുമ്പോഴും യൂസഫ് അലിയുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അദ്ദേഹത്തിനെ ഒരു കവിയായിട്ട് അംഗീകരിക്കുന്നില്ല എന്നുള്ളത്. കാരണം സംസ്കൃതത്തിലും ഒരു നല്ല പ്രാവീണ്യമുള്ള ആൾക്കാർ വളരെ കുറവായ ഒരു സമയത്താണ് അദ്ദേഹം അനുഗ്രഹീതമായ ആ ഭാഷ മുഴുവൻ അഭ്യസിച്ച് കലാകാരൻ പോലെ അത് ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളായിട്ട് മാറി. അദ്ദേഹത്തിൻ്റെ ഇഷ്ടം പോലുള്ള കവിതകളും വന്നിട്ടുണ്ട്. പ്രേംജിയെ പറ്റി പലപ്പോഴും പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ ശ്ലോകങ്ങളെ കുറിച്ച്. ഇപ്പോൾ കർഷകരൊക്കെ കവിത എഴുതാമെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ശ്ലോകങ്ങൾ എഴുതുന്നതൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ എഴുതാവുന്ന ഒരു 10-12 പേര് ആകെ ഇപ്പോഴും മലയാളത്തിലുള്ളൂ, തെറ്റാതെ. ആ കൂട്ടത്തിൽ യൂസഫ് അലി ഉണ്ടായിരുന്നു. പക്ഷേ യൂസഫ് അലി കേച്ചേരിയെ കുറിച്ച് അങ്ങനെ ഒരു കവിയായിട്ടോ അതൊരു അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ അറിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മുടെ പലപ്പോഴും. അതുകൊണ്ട് ഈ കവിയും ഗാന്ധികതാവും എന്നുള്ളൊരു വിശേഷ സാധനം ഇപ്പോൾ കൊടുക്കാറുണ്ട് പലരെ കുറിച്ച്. കവിയും ഗാന്ധികതാവും, അതായത് ശ്രീബിയുടെ പോക്കറ്റടിക്കാരൻ എന്ന് പറയുന്നത് പോലെ കവിയും ഗാന്ധികതാവും, ഇങ്ങനെ 2 വകുപ്പ് കൊടുത്തിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. ഈ 2 വിശേഷണങ്ങൾ അങ്ങനെ കൊടുക്കേണ്ട കാര്യമേ ഇല്ല എന്നുള്ളതിൻ്റെ അഭിപ്രായം. വയലാറാമർമ്മ എന്ന് പറഞ്ഞാൽ കവിയാണ്. ഗാന്ധിതാവിൻ്റെ പിന്നാലെ വന്നാൽ മതി, അത് സമ്മതിക്കില്ല. പ്രശസ്ത ഗാന്ധിതാവും കവിയുമായ പി ഭാസ്കരൻ ചങ്ങമ്പുഴയെ കുറിച്ച് ഇത് പറയുന്നുണ്ട്. ചങ്ങമ്പുഴ ഏറ്റവും നല്ല ഗാന്ധിതാവായിരുന്നു, പക്ഷേ മഹാകവിയാണ് നമ്മുടെ. എന്തുകൊണ്ട് മഹാകവി യൂസഫ് അലി കേച്ചേരിയില്ല? മരിച്ചിട്ട് ഇത്രയും വർഷമായി, എത്രയോ കവിതകൾ വന്നു. അതിനുള്ള കാരണം അദ്ദേഹം തന്നെ ഉണ്ടാക്കി വെച്ചതാണ്. ഗുണവും അനവധി ദോഷമായി. ഇതാണ് സത്യം. പലപ്പോഴും പലർക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ജി ദേവരാജൻ എന്ന് പറയുന്ന ആൾ വർഷങ്ങൾക്ക് മുമ്പ് മനോഹരമായിട്ട് പാടി. അദ്ദേഹം പാടിയിരുന്ന പാട്ടുകൾ അതുപോലെ പാടാൻ ആർക്കും കഴിഞ്ഞിട്ടുമില്ല. കെ എസ് ജോർജിന് പോലും. തുഞ്ചൻ പറമ്പിലെ തത്തെ എന്ന് പറയുന്ന ONV-യുടെ മനോഹരമായ കവിത പാടും ഞാൻ പറയുന്നില്ല. അത് ഏറ്റവും ഭംഗിയായിട്ട് പാടിയ ആള് ദേവരാജൻ മാസ്റ്റർ. അദ്ദേഹം പാടിയതുപോലെ ഉച്ചാരണ ശുദ്ധിയോടുകൂടി രാഗ ദോഷങ്ങളൊന്നും വരാത്ത രീതിയിൽ അത് മനോഹരമായിട്ട് ആവേശോജനമായിട്ട് പാടി. നമ്മുടെയൊക്കെ ഈ ഉച്ചഭാഷയൊക്കെ വരുന്ന കാലം പിന്നീടാണല്ലോ. അതിനു മുമ്പ് സ്റ്റേജുകളിൽ ഉപയോഗം പിടിച്ചൊരു മനുഷ്യനായിരുന്നു ദേവരാജൻ. അദ്ദേഹത്തെ ഒരു ഗായകൻ എന്ന് ആരും പറഞ്ഞ് ഞാൻ കിട്ടുന്നില്ല. സംഗീത സംവിധായകൻ, മ്യൂസിക് ഡയറക്ടർ. അപ്പൊ ഈ സംഗീത സംവിധായകനും ഗായകനുമായിട്ടുള്ള വ്യത്യാസം, കവിയും ഗാന്ധികനുമായിട്ടുള്ള വ്യത്യാസം, ഇത് ഇല്ലാതാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ദേവരാജൻ ഒരു നല്ല ഗായകനാണ്, അതിമനോഹരമായ പാട്ടുപാടിയാളാണ്. കൃഷ്ണമൂർത്തി ഒരു ഗായകനാണ്. പക്ഷെ നമ്മൾ ഗായകന്മാരുടെ ഒരു പട്ടിക ഉണ്ടാക്കുന്ന ജീവിതം മാറ്റി നിർത്തുന്നു പറഞ്ഞതുപോലെ നമ്മുടെ യൂസഫ് അലി കേച്ചേരിക്ക് പറ്റിയ ആദ്യത്തെ അപജയം അദ്ദേഹത്തെ കവിയായിട്ട് അംഗീകരിച്ചില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കവിത ഓർമ്മിക്കാൻ പറ്റുമെങ്കിൽ
ആർക്കെങ്കിലും ഈ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കവിത ഓർമ്മിക്കാൻ പറ്റുമെങ്കിൽ പറ്റില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ പറയുന്നത്. അവരെ നമ്മൾ നമിക്കണം. നല്ല കേച്ചേരിപ്പുഴയൊക്കെ നല്ല കവിതകളാണ്, പക്ഷേ കവിത ഓർമ്മയുണ്ട്. പരമഭാഗ്യമാണ് എല്ലാവർക്കും ഓർമ്മയുണ്ട് താനും. അപ്പൊ വ്യത്യാസം എന്താണ്? ഇദ്ദേഹത്തിന് കവിത്വം എന്നുള്ളത് അംഗീകരിക്കപ്പെടാതെ പോയി എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൽ. അത് മരണത്തിന് ശേഷവും തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ നോട്ടീസിൽ തന്നെ കവിയും ഗാന്ധിതാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഗാന്ധിതാവ് എന്നുള്ള സപ്പോർട്ട് വേണം. ഞാൻ എൻ്റെ ഓർമ്മയിൽ ഞാൻ പറഞ്ഞില്ല, ലാബിൻ്റെ അടുത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരൻ, സുഖനായ ചെറുപ്പക്കാരൻ ദുർബലമായിട്ട് ഒരു പടത്തിൻ്റെ ഡബിങ്ങിന് പോയി നിൽക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്നോട് അദ്ദേഹം നേരിട്ട് പറയുക ഈ ഒരു ദുഃഖമായിരുന്നു അന്നുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ വന്നു, വലിയ ഒരുപാട് കാര്യങ്ങൾ അംഗീകരിക്കപ്പെട്ടു. പക്ഷേ എവിടെയൊക്കെ സ്റ്റേജ് കിട്ടിയാലും അക്കാദമിയിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്, പല മീറ്റിങ്ങുകൾ, എവിടെ സ്റ്റേജ് കിട്ടിയാലും അദ്ദേഹത്തിൻ്റെ ഒരു സുമാർ അഴിക്കോട് പോലെയൊക്കെ നല്ല നല്ല മനോഹരമായ രീതിയിൽ കവിതയെക്കുറിച്ച് പ്രഭാഷണം നടത്താനാണ് എടുക്കുന്നത്. ഞാൻ ഈ അടുത്ത കാലത്തല്ല, വളരെ മുമ്പ് ഇവിടെ മാറ്റേടി ഒരു സമ്മേളനം നടന്നു വേദന. അപ്പോൾ ഒരുപാട് പേര്, അത് മാറ്റയുടെ ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് ഏറ്റവും നല്ല സമയത്താണ്. അന്ന് അതിനകത്ത് എല്ലാ ആൾക്കാരും, മലയാള സിനിമയിലുള്ള എല്ലാ ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. സ്റ്റേജിലും സദസ്സിലും ഉണ്ടായിരുന്നു. സ്റ്റേജിലുണ്ടായിരുന്ന എം പി ദോസുണ്ടായി, യൂസഫ് ചേച്ചി, പിന്നെ വേറെ ഒന്ന് പാർട്ടീസ്, അതുപോലെ ഇതുപോലെ ആൾക്കാർ. ഓഡിയൻസിൽ ഞങ്ങൾ കുറേ പേര്, മുൻപന്തിയിൽ ഞാൻ, എം ജി രാധാകൃഷ്ണൻ, അതുപോലെ ഒരുപാട് അർജുനൻ, ഇങ്ങനെ എല്ലാ ആൾക്കാരും മുമ്പിൽ ഇരിക്കുകയാണ്. എം ടി സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാനും എം ടിയും കൂടെ, എം ടി അവിടെ അദ്ദേഹത്തിൻ്റെ സ്ഥിരം കാസിനോയിൽ 711 ഇരിക്കുന്നു, ഞാൻ അവിടെ ചെല്ലുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വേറൊരു സുഹൃത്തുണ്ട്, ഞങ്ങൾ ഒരുമിച്ചാണ് കാറിൽ വരുന്നത്. അതിൻ്റെ മീറ്റിംഗ് അതിൻ്റെ സ്റ്റേജിൽ കയറുന്നു, യൂസഫിൻ്റെ സ്റ്റേജിൽ എല്ലാവരും ഇരിക്കുന്ന മീറ്റിംഗ് തുടങ്ങുന്നു. അപ്പം ഇത് കഴിഞ്ഞിട്ട് എം ടിക്ക് കോഴിക്കോട്ടേക്ക് പോകണം. അപ്പോൾ അദ്ദേഹം ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞു. ഇനി അടുത്തത് യൂസഫലി കേച്ചേരിയാണ്. യൂസഫലി കേച്ചേരി 1 മണിക്കൂർ സംസാരിച്ചു. സ്വതവേ എം ടിയുടെ മുഖം നമുക്ക് അറിയാമല്ലോ, ഒരു എന്താ പറയുക, അസ്വസ്ഥത ആ മുഖത്തുണ്ടാവും. അപ്പം ഈ അസ്വസ്ഥത അധികരിച്ചിരിക്കുകയാണ് മുഖത്ത്. എനിക്കത് പെട്ടെന്ന് ഫോളോ ചെയ്യാൻ പറ്റും അദ്ദേഹത്തിൻ്റെ മുഖം. അപ്പോൾ യൂസഫലി ആണെങ്കിലോ മനോഹരമായിട്ട് സംസാരിക്കുന്നത്, സിനിമയൊക്കെ പുള്ളി വിട്ടു, പുള്ളി സംസാരിക്കുന്നത് സാഹിത്യമാണ്. സാഹിത്യമാണെങ്കിൽ തന്നെ അവിടെയും പ്രശ്നം, കാളിദാസനിലേക്കാണ് അവർ കടന്നിരിക്കുന്നത്. ഈ തൃശ്ശൂരുള്ള പാവപ്പെട്ട ആൾക്കാർക്ക് കാളിദാസനെ കുറിച്ച് അത്ര വലിയ ബോധമില്ലല്ലോ. കളിയാക്കിയതല്ല, അദ്ദേഹം സംസ്കൃത കവിതകളെ കുറിച്ചൊക്കെ അങ്ങനെ ഇപ്പൊ സിനിമ വിട്ടുപോയി. ഇപ്പൊ സിനിമയില് ചൂടാത്ത നവരത്ന മണി പോലെ എന്നൊക്കെ വയലാർ എഴുതിയല്ലോ എന്നൊക്കെ പറഞ്ഞ് പുള്ളി തുടങ്ങിയിട്ട് വയലാറിനെ വിട്ടിട്ട് പുള്ളി അങ്ങോട്ടും കയറി സംസ്കൃത കാളിദാസനിലും. അദ്ദേഹത്തിന്റെ ആ ഗംഭീരമായ പ്രഭാഷണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ പലർക്കും അത് ആസ്വദിക്കാൻ പറ്റിയില്ല. എം ജി രാധാകൃഷ്ണൻ മാത്രം പറഞ്ഞു. എം ജി രാധാകൃഷ്ണൻ ഒരു ബേസ് വോയിസ് ആണ്, സാധാരണ കമ്പേ ബസാറ്റല്ല, കേട്ടോണ്ടിരിക്കുകയുള്ളൂ. പുള്ളി പറഞ്ഞു ഞാൻ പോവുക ഇങ്ങനെ. അപ്പൊ എനിക്ക് മനസ്സിലായി രാധാകൃഷ്ണൻ നല്ല വിവരമുള്ള ആളാണ്, പക്ഷെ രാധാകൃഷ്ണന് പോലും ഇത് ആസ്വദിക്കാൻ പറ്റുന്നില്ല. അത്രമാത്രം ഓഡിയൻസ് അങ്ങനെ ബുദ്ധിമുട്ടിലാണ്. ഇതെല്ലാം കഴിഞ്ഞു, പ്രസംഗമെല്ലാം കഴിഞ്ഞു. അപ്പം ഞങ്ങൾ തിരിച്ച് യാത്ര. അപ്പം സാധാരണ തിരിച്ച് അവിടെ നിന്നുള്ള യാത്ര, ഈ കാസിനോ ഹോട്ടലിലേക്കുള്ള യാത്രയിൽ വാസുവേട്ടനും നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആംബുലൻസിൽ ഡെഡ് ബോഡി കൊണ്ട് പോകുന്ന പോലെ നമുക്ക് ഇഫക്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മുടെ അടുത്ത് അദ്ദേഹം ഉണ്ടാവുള്ളൂ, പക്ഷെ അദ്ദേഹം ഒന്നും സംസാരിക്കില്ല. അദ്ദേഹം അവിടെ ഇറങ്ങും, ശരി നമ്മൾ മുമ്പിലേക്ക് പോകും. ഇത്രമാത്രം സംഭാഷണത്തിൽ വളരെ വിശുദ്ധി കാണിക്കും പുള്ളി പലപ്പോഴും. എന്നാൽ അന്ന് 1 മണിക്കൂറാണ് യൂസഫലി കേച്ചേരി സംസാരിച്ചതെങ്കിൽ അവിടുന്ന് ഹോട്ടലിൽ വരുന്നവരെ എനിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറഞ്ഞ ഒരേ ഒരു പോയിന്റ് ഇത് എന്താണ്, അവനവൻ്റെ അറിവൊക്കെ പ്രകടിപ്പിക്കാനുള്ള സ്ഥലമാണോ ഇങ്ങനെ മാറ്റയുടെ വേദി എന്നുള്ള ഒരേ സെന്റൻസ് തീർക്കാവുന്നത് പുള്ളി ആവർത്തിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അത്ഭുതം തോന്നി. അപ്പൊ എനിക്ക് എത്ര ദേഷ്യപ്പെട്ടാലും ഒരു പ്രത്യേക പരിധി വരെ പുള്ളി ദേഷ്യപ്പെടാറുണ്ട്. പക്ഷെ ഇത് വികാരാസീനായിട്ടാണ് പറയുന്നത്. എന്താ ഈ കാണിച്ചതൊക്കെ പറഞ്ഞ് പുള്ളി മനസ്സിലാകും. ഞാൻ ആലോചിച്ച് എന്താ കുഴപ്പമാണല്ലോ, അവിടെ ചെന്ന് കഴിഞ്ഞിട്ട്. പക്ഷെ എൻ്റെ ഉള്ളിൽ നന്നായിരുന്നു, മനസ്സിൽ മറ്റുള്ള മനസ്സിലെ രഘുവംശം ഇതൊക്കെ പുള്ളി പറയും. ഞാൻ ആ പ്രസംഗത്തിൽ ആകർഷനായിരുന്നു. പക്ഷെ എം ടി പറഞ്ഞത്
നേരെ കടക വിരുദ്ധമായിട്ടായിരുന്നു. ഇതിൻ്റെ ഒരു അർത്ഥം ഞാൻ സൂചിപ്പിക്കുന്നത്, വാസ്തവത്തിൽ യൂസഫലിയുടെ മനസ്സ് തപ്പിച്ചുകൊണ്ടിരുന്നത് ഞാനൊരു കവിയാണ് എന്ന് അംഗീകരിക്കപ്പെടാൻ വേണ്ടി മാത്രമാണ്. അതൊരിക്കലും കേരളത്തിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നമ്മളിപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് ഈ മറ്റേ ഒരു വിശേഷണം ഇല്ല എന്ന് പറയാൻ പറ്റാത്തത്. യൂസഫലി കേച്ചേരി ആരാണെന്ന് ചോദിച്ചാൽ സുറുമ എഴുതിയ വരികളിൽ എഴുതിയതാരാണ് സുജാത. അതാണ് 14 രാവോദിച്ചത് മാനത്തോ എല്ലായി കലർത്തോ. എന്നാൽ വാക്കുകൾ കൂട്ടിക്കൊല്ലാൻ വയ്യാത്ത കിടാങ്ങളിൽ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള വൈദകുടിയെ പോലെ ഇത് കോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ ജനങ്ങളുടെ കുഴപ്പമാണോ യൂസഫലിയുടെ കുഴപ്പമാണോ? കുഴപ്പം ഇതാണ്, യഥാർത്ഥ കവിത ആസ്വദിക്കാനുള്ള വേദികൾ അന്ന് കിട്ടിയിരുന്നില്ല എന്നുള്ളതൊന്ന്. 2, നമ്മളൊക്കെ പോകുന്ന നാമറിന്റെ പുറകെയാണ്. മഹാത്മാഗാന്ധി മരിച്ച വർഷങ്ങൾ ഒരുപാടായി. അദ്ദേഹം ഒന്നും ധരിക്കാതെയാണ് അതിൻ്റെ അവസാന കാലം. അദ്ദേഹം ധരിച്ചതാണ് കതറാണ്. അദ്ദേഹത്തിനെ ഇപ്പോൾ അനുസ്മരിക്കുന്ന പ്രാസംഗികൻ നിൽക്കുന്നത് ഏറ്റവും വികൃതമായൊരു കുപ്പായം ആലോചിച്ചു. ഭരണാസനായ ഒരു ആള് പ്രസംഗിക്കപ്പെട്ടിരിക്കുന്ന ഉടുപ്പിനെ നിങ്ങൾ ആലോചിച്ചു. അറിയാതെ ഇട്ട് പോവുകയാണ്. ഞാനിട്ടിരിക്കുന്ന ഈ ഉടുപ്പ് ഞാൻ അറിയാതെ ഇട്ട് പോവുകയാണ്. എനിക്ക് മഹാത്മാഗാന്ധിയെ പോലെ ലളിതമായിട്ടൊരു വസ്ത്രം ധരിക്കാൻ പറ്റുന്നില്ല. അതാണ് നമ്മുടെ സൊസൈറ്റി. ഞാൻ ഇന്നെ തന്നെ കുറ്റം പറയും. കാരണം ഈ സിനിമ എന്നുള്ള ഒരു മാസ്മരിക ലോകത്തിൽ പെട്ടിട്ട് അതിലുള്ള ആൾക്കാർക്ക് ദൈവങ്ങളും ബാക്കി എല്ലാവരും ദൈവങ്ങളല്ലാത്ത ആൾക്കാരുമാണെന്ന് വ്യാഖ്യാനിക്കുന്ന രീതിയിൽ വന്നൊരു സമൂഹത്തിൽ യൂസഫലി കേച്ചേരിയുടെ പാട്ടുകൾക്ക് മാത്രമേ പ്രസക്തി. അദ്ദേഹത്തിൻ്റെ കവിതയെക്കുറിച്ച് വേറൊരത്ഭുതം, ഇത്രയധികം യൂസഫലി കേച്ചേരിയെ കുറിച്ച് എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് വിമർശിച്ച MP അടുത്ത പടത്തിനും ആദ്യം സജസ്റ്റ് ചെയ്ത് യൂസഫലി കേച്ചേരിയില്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സിനിമ വന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സിനിമ ഏതായിരുന്നു? അനിക്കാറ്റ് സൈലന്റിയാക്കാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടവഴിയിലെ പൂച്ച ഉണ്ടാ പൂച്ച. നല്ല തിരക്കഥയായിരുന്നു. അതിന് പാട്ടെഴുതാൻ അദ്ദേഹം നിഷ്കർഷിച്ച് പറഞ്ഞത് യൂസഫലി വേണം. ONV വേണമെന്നല്ല, യൂസഫലി വേണം. കാരണം യൂസഫലി അത്രമാത്രം ആകർഷണമാണ് MP. അത്രമാത്രം ആ കവിത ഗാനത്തിൻ്റെ രൂപത്തിൽ കവിത ഗാനമായിട്ട് മാറി എന്നുള്ളതാണ് സത്യം. ഒരിക്കൽ ട്രാൻസ്ഫോം അത് നമ്മുടെ കാക്കനാടിൻ്റെ കഥ പോലെ ഒരുപാട് പേര് കഥ എഴുതി അങ്ങനെ നിരങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കാക്കനാടൻ ഒരു കഥ എഴുതി. കാക്കനാടൻ എഴുതിയ കഥയിൽ മറ്റുള്ള എഴുതിയ കഥ തന്നെയാണ് കാക്കനാടൻ എഴുതിയത്. പക്ഷെ കാക്കനാടിൻ്റെ ഒരു പ്രത്യേക ശൈലി ഒരു വലിയ തലമുറയെ പിടിച്ചങ്ങ് വലച്ചു. ഈ ശൈലി കുറച്ചു കാലത്തേക്ക് ഇങ്ങനെ ആ ശൈലിക്ക് വിട്ടിട്ട് അവൻ പോയില്ല. അതിനകത്ത് ആവൃത്തരാണ്. എന്തുപറ്റി? അതുകൊണ്ട് കാക്കനാട് എന്ന് പറഞ്ഞാൽ ആ ശൈലിയാണ് എന്ന് മനസ്സിലാക്കി ഇന്ന് ഒരുപാട് കാക്കന്മാർ പുറത്തേക്കുണ്ട്. കാക്കന്മാരുടെ വേവിച്ചായ എന്ന് പറയുന്ന ഒരുപാട് അനുയായികൾ അതേ ശൈലിയില്ല. ഇപ്പൊ പകല് അസ്തമിച്ചു, ഇല്ലെങ്കിൽ രാത്രി ഉണർന്നു എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ കാക്കനാട് പറയുന്നത് പകല് ചത്തു എന്നൊക്കെയുള്ള രീതിയിലുള്ള അന്നത്തെ അത്. പിന്നെ എല്ലാം അങ്ങനെ തുടങ്ങി. പകല് ചത്തു എന്നുള്ളത് അദ്ദേഹം ആലോചിച്ചെഴുതി. ഇത് പിന്നെ എഴുതുന്ന ആൾക്കാരൊക്കെ അച്ഛൻ ചത്തു ശരി കണ്ടു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ആ ശൈലി മാത്രം ആകർഷിച്ച് ഒരുപാട് പേര് വന്ന് കാക്കനാടനെ അവർ പ്രസംഗിച്ചു. പിന്നെ വന്നത് ഗോപി വിജയനാണ്. ഗോപി വിജയനെ അവർക്ക് അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവർക്ക് ഇത് മനസ്സിലാവുന്നില്ല. കാലത്തിലൂടെ സ്ഥാപനങ്ങളുടെ പ്രയാണം എന്ന് പറയുമ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 6 ദിവസം അവർ രവി ബസ് കാത്തു കിടന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വിഷമിക്കുകയാണ്. അങ്ങനെ കാക്കനാടൻ്റെ ശൈലിയെ പോലെ ജനങ്ങളിലേക്ക് പെട്ടെന്ന് ഗോവിജൻ അമ്മയിൽ ചെല്ലാൻ പറ്റാത്തതുകൊണ്ട് അതിന് ജീവൻ രക്ഷപ്പെട്ടു. ആനന്ദം പറഞ്ഞു വന്നത് OV വിജയനും കാക്കനാടിനും ഒക്കെ കവിതയിൽ പോയി സൃഷ്ടിച്ച അതേ സംഭവം യൂസഫലി കേച്ചേരിയുടെ ഗാനങ്ങളിൽ കൊണ്ടുവന്നതാണ്. ഇപ്പോൾ വിശ്വമഹാക്ഷേത്ര സന്നിധി എന്ന വാക്കൊക്കെ വാസ്തവത്തിൽ നല്ല കവിതകളാണ്. പക്ഷേ ആ കവിതകളുടെ മൂല്യമല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നോട് പത്മനാഭൻ പലപ്പോഴും ഒരു പ്രത്യേക അത് റിവീൽ ചെയ്യാൻ പറ്റാത്തതാണ്. അതിന് പ്രത്യേക ഒരു സിറ്റുവേഷനിൽ പുള്ളി എപ്പോഴും പറയാറുണ്ട്. നമ്മുടെ തൃശ്ശൂർ താമസിക്കുന്നവരോട് പറയാറുണ്ട്, ഒരു പാട്ട് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പത്മനാഭനൊന്നും പാടും.
അപ്പൊ പത്മരാജൻ അത് കൊള്ളാമെന്ന് പറയുന്നത് കൂടാതെ പാടിക്കൂടെ കേൾപ്പിക്കുകയാണ്. അതാണ് എൻ്റെ ഒരു അത്ഭുതം. ഇതാണ് തൊട്ടുരുമ്മി ഒന്നു ചേർന്നൊഴുകി വന്നു ഈ കുട്ടനാടൻ കായലിലെ ഹംസങ്ങൾ. പാട്ടുണ്ട്. വെണ്ണയോ വെണ്ണിലാറഞ്ഞതോ വെളുത്ത പെണ്ണേ നിന്റെ പൂനേ കവിതയോ. ഇത് കേട്ടോണ്ടിരിക്കുന്ന എം ജി ശ്രീനിവാസനാണ്, എം ജി സോമനാണ്. ഈ ഒറ്റ പാട്ട് കൊണ്ട് തന്നെ അവര് നടിയെ ഫിക്സ് ചെയ്തു. ഈ പാട്ടിന് പറ്റിയ നടി ഇവിടെ തന്നെ തീരുമാനമെടുക്കുകയാണ് ഈ പാട്ടിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ ഞാൻ ആലോചിച്ച് എന്തൊരു അത്ഭുതമാണ് ഈ യൂസഫലി ഉണ്ടാക്കി വെച്ചത്. പുള്ളി പറയുന്നത് കുട്ടനാടുകാരനാണ്, അല്ല കേച്ചേരിയാണ്. പക്ഷെ കുട്ടനാടൻ കായലിലെ ഓളങ്ങളെ കുറിച്ച് പിന്നെ അദ്ദേഹത്തിന്റെ പഠനങ്ങളൊക്കെ മിക്കവാറും എം ടിക്കുള്ള ആരാധന പോലെ ഇയാളുടെ ആരാധന വന്നിട്ട് ഗീതായുടെ വരെയൊക്കെ ഇയാളെ വിളിക്കുകയാണ് ഡയറക്റ്റായിട്ട്. കാരണം അങ്ങനെ യൂസഫലിക്ക് ഒരു പ്രത്യേക സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ഉണ്ട്. ബാബുരാജിന്റെ ഒരുപാട് പാട്ടുകൾ ആൾക്കാർ പാടി പാടി കേരളം മുഴുവൻ നടന്നു. നമ്മളെല്ലാം അതെല്ലാം എപ്പോഴും ഇങ്ങനെ ആസ്വദിക്കുകയും ഉറക്കത്തിലും ഊണിലൊക്കെ ഇങ്ങനെ അത് തന്നെ ആവർത്തിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് മാത്രമാണ് ഗംഭീരമായെന്നാണ് എനിക്ക് തോന്നാറുള്ളത്. അത് ബാബുരാജിന്റെ ട്യൂണിനെ, ഇത്രയും അനുഗ്രഹീതമായിട്ടുള്ള അദ്ദേഹത്തിനെ യൂസഫലി കവറിക്കുന്നതാണ്. പല പാട്ടുകളും അങ്ങനെ. ഇത് പറയാൻ പറ്റും ആ പാട്ട്? അല്ലല്ല, അല്ല. അതൊക്കെ നമ്മുടെ കുറച്ചു കാലം മുമ്പ് ബാബുരാജിനെ ബാബുരാജാക്കിയ പാട്ടതാണെന്ന് യേശുദാസ് പോലും പറയുന്നു. മാത്രമല്ല യേശുദാസിന് പോലും പാടാൻ പറ്റില്ല. മമ്മൂട്ടിയുടെ വീട്ടുപേരാണ് അതിലെ ആദ്യത്തെ വരി. പെട്ടെന്ന് വരിപ്പാട്ട് വന്നില്ല. ആ പാട്ടൊന്ന് ആലോചിച്ച് നോക്കി. അത്രയും നല്ല കവിതയുണ്ട്. OMV എഴുതിയിട്ടുണ്ട്, വയലാർ എഴുതിയിട്ടുണ്ട്, ഒരുപാട് വിവാസ് ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്. പക്ഷേ ജാലക തിരശീല നീക്കി ജാലമറിയിൽ എന്തിനോ തേൻ പുരട്ടിയ മുള്ളുകൾ നീ കരളിലെറിയുന്നോ. അത് അത്ഭുതം എന്ന് പറഞ്ഞാൽ അത് എനിക്കും ഞങ്ങളുടെ തലമുറയിൽപ്പെട്ടവർക്കും ഇല്ലാത്തൊരു ഗുണമുണ്ടായിരുന്നു. നട്ടൽ എനിക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാവും. കാരണം ട്യൂണനുസരിച്ച് പാട്ടെഴുതൂ എന്ന് പറഞ്ഞൊരു ഒരുത്തൻ വന്നു കഴിഞ്ഞാൽ നാച്ചുറലി എൻ്റെ വരി അനുസരിച്ച് നീ ട്യൂൺ ഉണ്ടാക്കൂ എന്ന് പറയാനുള്ള തൻ്റെ ഇടം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഒരു പാപഹാരം നോക്കുന്നു. എവിടെ ചെന്നാലും ഞാനാണെന്ന് മനസ്സിലായി. ബസ് സ്റ്റോപ്പിൽ വെച്ചാണെങ്കിൽ പോലും ആൾക്കാർ ചോദിക്കും, സാറേ എന്താണ് ഈ യായ? അവസാനം ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. കാരണം കുറെ അർത്ഥം പറഞ്ഞു നോക്കി, കേൾക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ട്യൂൺ അനുസരിച്ച് പാട്ട് എഴുതാൻ അദ്ദേഹം മുഴുകുന്നിട്ടില്ല. അതുകൊണ്ടാണ് തിരശീല നീക്കി ജാലമേറിയുവെന്തിനോ. അവിടെ ട്യൂൺ കേൾക്കുന്നില്ല സത്യത്തിൽ. കാരണം ജാലക തിരശീല നീക്കി ജാലമറിയുന്നത് പിന്നെ മുകളിൽ തേൻ പുരട്ടിയ മുള്ളുകൾ നീ എന്തിനോ. എങ്ങനെ ബാബുരാജ് എന്ന ലോകത്തുള്ള ഏത് സംഗീതജ്ഞനും ആ സുറുമ എഴുതിയ മിഴിയിലൂടെ പോകുകയാണ്. അത് വരികൾ എങ്ങനെയാണ് അക്ഷരാർത്ഥത്തിൽ അസൂയ തോന്നിയ ഒരാളാണ് യൂസഫലി. കാരണം അത് ദേവരായ മാഷിനും വലിയ ഇഷ്ടമാണ്. കാരണം യൂസഫലിയെ സമീപിച്ചു കഴിഞ്ഞാൽ പാട്ടിന്റെ വയലാറിന്റെ ഒരു എന്താ പറയാ ഔന്നത്യം പലതിനും ഉണ്ടാവില്ല വരികൾ. പക്ഷേ യൂസഫലിയുടെ പാട്ടുകൾ പ്രേമഗാനങ്ങളൊക്കെ വാസ്തവത്തില് ദേവരായ മാഷ് ചെയ്യുമ്പോൾ വല്ലാത്തൊരു ലെവലിലേക്ക്. പലരും വയലാറിന്റെ പാട്ടാണെന്ന് വ്യാഖ്യാനിച്ച ഒരു പാട്ട് കേട്ട് വളരെ മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ യൂസഫലിയാണെന്ന് മനസ്സിലായത്. അതായത് ഈ വരികൾക്കൊക്കെ ദേവരായ മാഷ് സുഖമായിട്ട് മ്യൂസിക് കൊടുക്കുന്നുണ്ട്. നിങ്ങളൊക്കെ കേട്ടാണോ പാട്ട്? മലരേ മലരേ പിന്നെന്താണ്?
മദനം മദനം മധുപൻ മുരളീലോലം മധുരം വിളമ്പാൻ മരവായി നിന്നെ മാറോട് ചേർക്കാൻ മരവായി മലരേ മാതക മലരേ. കാരണം എന്താ, ദേവരായ മാഷയെ പിടിച്ച് ബാബുരാജന്റെ പാട്ട് പോലെ ഹൃദ്യമായിട്ട് മാറിയത് അത് മധുപൻ മദനം മുരളീലോലൻ. പിന്നെ ദേവരായ മാഷനെ എന്താ പറയാ, വല്ലാത്ത മദനം വിളമ്പാൻ മരവായി നിന്നെ മാറോട് ചേർക്കാൻ മരവായി മലരേ മലരേ. ഈ പാട്ടിനൊരു ഗുണമെന്ന് വെച്ചാൽ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളിത് പാടിക്കൊണ്ടേയിരിക്കും. ഈ പാട്ടിൽ ഒരു ചില പാട്ടുകൾക്ക് അങ്ങനെയാണ്, നിൽക്കില്ല ഈ പാട്ട്. അത് ഈ വരികളിൽ നിന്നാണ് ദേവരായ മാഷ് ഇത്രയും വലിയൊരു ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ മാപ്പിളപ്പാട്ടുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളാണ് ദേവരായ മാഷ്. രാഘവമാരുടെ കുത്തകയാണ്, കറക്റ്റാണ്. നല്ല നല്ല പാട്ടുകൾ, ഒരുപാട് പാട്ടുകളുണ്ട്. പക്ഷേ ഒരൊറ്റ പാട്ട് കൊണ്ട് ഈ ദേവരായ മാഷയെ പിടിച്ചു മാപ്പിളപ്പാട്ടുകളുടെ മഹാരാജാവ്. ഏത് പാട്ടാന്ന് പറയാമോ? അത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പ്രസംഗം നിർത്തുന്നു. അല്ല, അത് പറഞ്ഞാൽ എഴുതി നിൽക്കണം. കാരണം ഈ ലോകത്ത് സാഹചര്യത്തിൽ വന്ന സഹൃദയരിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ മാർക്കിട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല, ഈ പാട്ട് 14ാം രാവ് ദേവരായ മാഷ ആകെ വിഷമിക്കുകയാണ്. നല്ലൊരു മാർക്ക് ട്യൂണുണ്ട്, പക്ഷെ ഏൽക്കുന്നില്ല. മറ്റവൻ അങ്ങനെ സ്കോർ ചെയ്ത് പോയിരിക്കുകയാണ്, പറഞ്ഞ് തകർക്കുകയാണ് അവിടെ. അപ്പോഴാണ് ഒരു പാട്ട് വരുന്നത്. ഏതാണ് വരികളോ? അത് വരി ട്യൂണനുസരിച്ചല്ല, അവിടെ പ്രത്യേകം 14ാം രാവുദിച്ചത്. അത് ബാർബർ ഷോപ്പിലാണെങ്കിലും ആ ഇരിക്കുന്ന തലയുള്ളവനും വെട്ടുന്നവനും താളപ്പിടിക്കും, അങ്ങനെ അപകടങ്ങളുണ്ടാവും. 14ാം രാവുദിച്ചത് മാനത്തോ കണ്ടായി കടവത്തോ പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ എല്ലായി കടവത്തോ. കണ്ടോ, തോന്നുന്ന സാധനം വരുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം, വെറുതെ അല്ല. അവിടാണ് അത്ഭുതം. പിന്നെ കമലഹാസന്റെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പുള്ളി അത് എത്ര ഗംഭീരമായിരുന്നു. ഷീലയും കമലഹാസനും കൂടെ അഭിനയിച്ചിട്ട് സൗന്ദര്യം ഷീലയ്ക്കാണെന്ന് തെളിയിച്ചൊരു പടമാണ്. പടത്തിന്റെ പേര് നോക്കി ABC പടമാണ്. സാധാരണ കമലഹാസനാണ് മുറുക്കിച്ചു വന്നതോ മാരൻ മുത്തിച്ചു ഒട്ടിച്ചതോ പെണ്ണേ ഒത്തുറ്റിപ്പൂവേ പൂവനിച്ചുണ്ട് നിന്റെ മൂവന്തി ചോപ്പുള്ള ചുണ്ട്. കണ്ടോ, ദേവരായ മാഷ് ഈ അദ്ദേഹത്തിന്റെ ഊഞ്ഞാലിലേക്ക് കയറി ഇങ്ങനെ പോവുകയാണ്. അതിൽ തന്നെ വേറെ പാട്ട്, അതും ഗംഭീരമായിട്ട്. അതാണ് ഒരു മലയാറ്റൂർ മലഞ്ചരുവിലെ പൊന്മാനേ. അവിടെയൊക്കെ ഈ പാട്ട് പാടുന്ന സുശീലയും അതുപോലെ പിന്നെ ഷീലയും സ്കോർ ചെയ്യുന്നു. കമലഹാസൻ എന്നുള്ള സ്മൂക്കൻ ഔട്ടാവും. അത് ഈ പാട്ടിന്റെ ഒരു ഇമ്പാക്റ്റാണ്. അത്രത്തോളം വരികൾ കറക്റ്റായിട്ട് അളന്നു മുറിച്ച് പാട്ട് എഴുതാൻ കഴിഞ്ഞിട്ടുള്ള അപൂർവം. കണ്ണദാസനെയൊക്കെ അതുപോലെയുള്ളൊരു സ്ഥിതിയുള്ള ഒരാളായിരുന്നു യൂസഫ് അലി. പക്ഷെ അതുകൊണ്ട് എന്ത് പറ്റി? രാധയുടെ കൂടെ പോയ കൃഷ്ണൻ, കൃഷ്ണന്റെ മറ്റേ ആൾക്കാർക്ക് കൂടുതൽ രാധയുടെ കൃഷ്ണൻ എന്നാണ് പറയുക. കൃഷ്ണന് വേറെയാണ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ രാധാകൃഷ്ണൻ ഒരിക്കലും സത്യഭാമാകൃഷ്ണന്റെ ഒരു പേരില്ല, ഉണ്ടോ? രാധാകൃഷ്ണൻ. അപ്പൊ ഈ ഗാനേതാവായ യൂസഫ് അലി കേസിൽ അങ്ങനെ ബ്രാൻഡ് ചെയ്തു. അപ്പൊ ഇങ്ങനെ ബ്രാൻഡ് ചെയ്യപ്പെട്ടപ്പോഴും ഭാവിയിൽ നമ്മളാരും ഒന്നുമല്ലെങ്കിലും ഭാവിയിൽ നമ്മളൊക്കെ മരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം അഥവാ മരിച്ചു പോവുകയാണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ പാപം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ
തലകുത്തി മറിഞ്ഞൊരു സാധനം ഇതാണ് ധാരാളം കൊള്ളാമെന്നുള്ള കവിത. കാരണം അത് എഴുതിയില്ലെങ്കിൽ ഈ അപവാദം കൊണ്ട് ചാടും. കവിയും ഗാനരചയിതാവും ഈ സാധനം. ഈ യൂസഫ് അലി കേച്ചേരിയുടെ പ്രഭാഷണത്തെ കുറിച്ച് അത് ഞാൻ പറയാം. കാരണം അക്കാദമിയിൽ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ പ്രഭാഷണത്തിൽ ഈ കോട്ട് ചെയ്യുന്നത് പല പ്രഭാഷണങ്ങളും ഇപ്പോൾ എൻ്റെ ഒഴിച്ച് ബാക്കി എല്ലാ പ്രഭാഷണങ്ങളും കേൾക്കണം. ഇവിടെ ഈ പ്രസംഗത്തിൽ ഈ ഞാനെന്ന ഭാവം വന്നൊരാൾ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, അത് പോരായ്മയാണ്. നിങ്ങളുടെ ആരെയും പ്രസംഗത്തിൽ ഞാൻ കേട്ടിട്ടില്ല, പലരോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ ഈ മീറ്റിംഗ് വരുമ്പോൾ തന്നെ എൻ്റെ ഭാര്യ ശൈലജ എന്നോട് പറഞ്ഞു, ചേട്ടൻ്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടു, വയലാറിനെ പറ്റിയുള്ള പ്രസംഗം. അതിൽ പകുതി വയലാറും പകുതി ചേട്ടനുമായിരുന്നു. എവിടുന്നോ പുള്ളി ഏതോ ചാനലിൽ നിന്ന് മനസ്സിലാക്കി കേട്ടതാണ്. ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് പറഞ്ഞത്. എങ്കിൽ പോലും ഇതില്ലാത്ത ഒരു പ്രഭാഷകൻ ആയിരുന്നു യൂസഫ് അലി. അതിന് കൈയടിക്കണ്ട. കാരണം എന്താണെന്നറിയാം, ഈ ഇപ്പോൾ സുമാരാഴിയോട് അടക്കമുള്ള ആൾക്കാർ സംസാരിക്കുമ്പോഴേ പ്രഭാഷകൻ മനസ്സിലാക്കേണ്ട ഒന്നാണ്, നമ്മളല്ല നമ്മൾ പറയുന്ന വിഷയമാണ് പ്രധാനം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഉദ്ദീപിപ്പിക്കുന്ന പ്രസംഗങ്ങളായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയിരുന്നത്. നമ്മുടെ നാരായണ പിഷാരി മാഷും ഞാനും കൂടെ, പിഷാരി മാഷാന്ന് എനിക്ക് മനസ്സിലായില്ല, ഇത്രയും വലിയ പണ്ഡിതൻ ഈ ലോക്കൽ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ആലോചിച്ചു. എൻ്റെ മുമ്പിലുണ്ടായിരുന്നു കമ്പ്യൂട്ടർ പിടിക്കും, ഞാൻ കമ്പ്യൂട്ടർ പിടിച്ചത്. പെട്ടെന്ന് ഞാൻ കണ്ടപ്പോൾ ഷാരി മാഷാണ്. അപ്പോൾ അദ്ദേഹം ചിരിച്ചു, ഡയലോഗ് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു, മാഷ് എങ്ങോട്ടാണ്? അപ്പോൾ ഞാൻ അറിയാതെ എന്നോട് ചോദിച്ചു, ഇങ്ങനെ ഈ തത്വമസി എന്നുള്ള പുസ്തകത്തെ പറ്റി എന്താ അഭിപ്രായം? ആ പുള്ളി ചിരിച്ചു. വിളിച്ചു മാർഗം തിരിച്ചു, അതല്ല, പുള്ളി ചിരിച്ചു, ഇതൊന്നും പറഞ്ഞില്ല. ഇറങ്ങുമ്പോൾ ഞാൻ പിന്നെയും ചോദിച്ചു, എന്താ മാഷ് പുള്ളി ചിരിച്ചത്? അത് ഒരുപാട് പ്രശ്നമുണ്ട്, കുറച്ചുകൂടെ ഭേദം യൂസഫ് അലി. കാരണം സുമാരഴിക്കോട് മോശമാണെന്നല്ല, സംസ്കൃതം കുറച്ചുകൂടെ വഴങ്ങിയത്. ഇത് അഴീക്കോട് മാഷി ആക്ഷേപത്തിൽ പറയല്ല, അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും വെച്ചിട്ട് പറയാണ്. ഷാരടി മാഷ് അത് പറയുന്നവരെ ഞാൻ എൻ്റെ മനസ്സിൽ ഒരു ദൈവമായിട്ട് വെച്ചിരിക്കുകയായിരുന്നു അഴീക്കോട് മാഷ്. പക്ഷെ പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണോ അത്? ഒരിക്കലും ഷാരടി മാഷിന് ഈ കടം പറയേണ്ട കാര്യമില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു പോറലുണ്ടാക്കിയ അഴീക്കോടിനേക്കാൾ ഒരു പടി ഈ മനുഷ്യൻ ഭാരതപിള്ളാരുടെ ശിഷ്യൻ വന്നെന്ന് അറിയുമ്പോൾ യൂസഫ് അലി എത്രത്തോളം സ്കോർ ചെയ്തെന്ന് അറിയില്ല. പക്ഷേ അതോട് അറിയില്ല. ഇദ്ദേഹത്തിന്റെ സംസ്കൃതത്തിൽ വിപത്തി ഉണ്ടെന്ന് തെളിഞ്ഞപ്പോഴെന്നറിയാമോ, ഒരു സിനിമയ്ക്ക് അവാർഡ് കിട്ടിയപ്പോൾ. അപ്പോൾ ഈ സിനിമ കൊണ്ട് ചാടുക, സിനിമയ്ക്ക് അവാർഡ് കിട്ടിയപ്പോഴാണ് എന്താണ് ഏതോ ഒരു പാട്ടുകാരിയെ പറ്റി ഒരു പാടുന്നുണ്ട്, ജാനകിയെ പറ്റി ഒരു പാടുന്നുണ്ട്. എന്നോടാണ് അങ്ങനെ പറഞ്ഞത്, അങ്ങനെ പറയുന്നത്. ഒരാൾ എന്നോട് പറഞ്ഞത്, ഈ പിന്നണി ഗായകന്മാർക്ക് മലയാളത്തിൽ പാട്ടില്ല, യൂസറിന്റെ അടുത്ത് പാട്ടുണ്ട് എസ് ജാനകിയെ കുറിച്ചത്. ഞാൻ ആലോചിച്ചു, ഇത് എന്തായി സംഭവിക്കുന്നത്? പറയുന്നത് തെറ്റല്ല, ജാനകി ജാനേ. അപ്പൊ ഈ ജാനകി ജാനേ എന്നുള്ള പാട്ട് വാസ്തവത്തില് മലയാളത്തിൽ മാറിക്കൊണ്ടൊരു പാട്ടാണ്. ആരും അതിനെ ശ്രദ്ധിച്ചില്ല. പിന്നെ വേറൊരാളെ യൂസഫ് അലിയുടെ അസൂയ കൊണ്ടിട്ട് അവരുടെ പലർക്കും അസൂയുണ്ട്. യൂസഫ് അലിക്കെതിരെ ഇപ്പൊ വയലാറിന്റെ ഒരു കവിത ബോറാണെന്ന് പറയുമ്പോൾ എനിക്കൊരു നിർവൃതി ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് വരും. അല്ല, സത്യം വേറെയാണെങ്കിൽ എന്ന് പറഞ്ഞവർ ഒരുത്തൻ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസഫ് അലിക്ക് സെൻസ് ഓഫ് ഇതൊന്നുമില്ല, അല്ലെങ്കിൽ ഈ പ്രകൃതിയെ കുറിച്ചൊന്നും പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ശ്രദ്ധ കുഴപ്പം അല്ല, ഞാൻ ഇഷ്ടപ്പെടുന്നത് നല്ല പാട്ടുമാണ് മനസ്സിൽ വെച്ചിരിക്കുന്നത്. എന്താണ് ഇങ്ങനെ എഴുതി വെക്കുക എന്നൊക്കെ പറഞ്ഞു. എന്നൊക്കെ എന്താണ് അത്? ഈ ഭാരതപ്പുഴയിലെ വെള്ളമുണ്ടാകും, വെള്ളത്തിന്റെ കളറുണ്ടാകും. വെള്ളത്തിന്റെ കളർ ഇപ്പം അങ്ങനെ പറയുന്നില്ല, പല സമയത്ത് പല കളറുണ്ട്. അതിലെന്തായിട്ട് ചെയ്യുന്നു ഞാൻ കാര്യമായിട്ട് പറയും, കൂടുതൽ പറയും. എന്താണ് അതിനകത്ത് പൊന്നോളങ്ങൾ മറ്റു വഴികൾ എഴുതി. ഭാരതപ്പുഴയിലെ ഓളങ്ങൾ പൊന്നിന്റെ കളറാണോ ഇയാളൊക്കെ തുടങ്ങി. അത്രയും നല്ല പാട്ടില്ല. സംഭവം എന്താണ്, നൗഷാദിന്റെ കൂടെ ഇരിക്കാൻ പോലും ബാക്കി ഒരൊറ്റ ബീച്ചിലാക്കും മാത്രം പറ്റിയില്ല. തേരായ മാഷോടൊക്കെ ഞാൻ ചോദിച്ചു, മാഷ് സംഗീത സംവിധായകനാണോ ഡയറക്ടർ എന്നൊക്കെ അറിയപ്പെടുന്നു? ഞാൻ സംഗീത സംവിധായകനല്ല, ഞാൻ കമ്പോസറാണ്.
എന്നെ അത് വിളിക്കുന്നതിനെ ഞാൻ അടിക്കും. ആകെ ഒരു സംവിധായകനേ ഉള്ളൂ, അത് നൗഷാദ്. അതാണ് ഈ നൗഷാദ്. അപ്പൊ ഈ നൗഷാദിന്റെ കൂടെ 4 പാട്ടുകൾ ഭംഗിയായിട്ട് ചെയ്യുക, ആ 4 പാട്ടും ഹിറ്റാക്കുക. ഇതല്ലേ ദേശീയ അവാർഡ്. അത് കിട്ടിയ ആളാണ് സാക്ഷാൽ. അതെന്തുകൊണ്ടാണ്? നൗഷാദിന്റെ ഹിന്ദി അവിടെയൊക്കെ പ്രശ്നമാണ്. നൗഷാദിന്റെ ഹിന്ദി ട്യൂണിനനുസരിച്ചല്ല ഇദ്ദേഹം എഴുതുന്നത്. അദ്ദേഹം ഹിന്ദി പാടുന്നു, അതിന്റെ മീനിങ് മനസ്സിലാക്കുന്നു. അങ്ങനെ ട്യൂണനുസരിച്ച് പുള്ളി എഴുതിയിരുന്നെങ്കിൽ സംശയമില്ല അദ്ദേഹത്തിന് ഒരു യായ വന്ന് ചാടിയിരുന്നു. കാരണം നമ്മുടെ എത്ര ബലം പിടിച്ചാലും ഈ സംഗീത സംവിധാനം എന്ന് പറയുന്ന പാപിക്ക് അയാൾ ഉദ്ദേശിക്കുന്ന അതേ കട്ടയിൽ വന്ന് വീഴണം. അത് നമ്മൾ എന്ത് സാഹസവും ചെയ്യണം. അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് മാത്രം രക്ഷപ്പെട്ടു. കാരണം അത് അദ്ദേഹം തന്നെയാണ് അതിന്റെ ക്രിയേറ്റർ എന്നായതുകൊണ്ട് ചോദ്യം ചെയ്യാനൊന്നുമില്ല. അതുപോലെ കേട്ടു MBS ഒരു പാട്ട് ചെയ്തു, ഒരു ഗദ്യം, പാട്ടെന്ന് പറയാൻ പറ്റില്ല, നല്ലൊരു ഗദ്യം എടുത്ത് അത് മനോഹരമാക്കിയിട്ട് ആ ഗദ്യം പക്ഷേ എഴുതിയ ആൾ മുറിക്കാനും തയ്യാറായില്ല. അത് പക്ഷെ മലയാളത്തിൽ നമ്മൾ പാട്ടായിട്ട് മാറി. ഒരു പാട്ടേ ഉണ്ടെങ്കിലും എല്ലാവരും ഞെട്ടിപ്പോയി. ആ പാട്ടാന്ന് പറയാമല്ലേ? പാട്ടഭ്യാസം ചെയ്തവരൊക്കെ അടങ്ങുന്നുണ്ട്. ശുഭരാത്രി ശുഭരാത്രി നിങ്ങൾക്ക് നേരുന്നു ആരാന്നത്? പൂരുതെന്തും ഒരേ കാന്ത പതികന് കാവൽ നിൽക്കും സഖികളേ. ഒരു രണ്ടും ഒരു ഏകാന്ത പതികന് കാവൽ നിൽക്കും താരസഖികളെ, നിങ്ങൾക്ക് നന്ദി ശിവരാത്രി. അടുത്ത ലൈനൊക്കെ പോയറ്റിക്കല്ല, പക്ഷെ MBS അത് മനോഹരമാണ്. പുരാണ കിലയുടെ താഴ്വാരത്തിൽ ചുവന്ന ജയപുരിയിൽ സിന്ധു നടത്തിൽ ഇതാണ് എന്നും മേൽപ്പുര എനിക്ക് കെട്ടിയ നീലവാനമേ, ഇതൊക്കെയാണ് പുള്ളി എഴുതി കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതൊരു പ്രത്യേക രൂപത്തിൽ വന്നത് വേണ്ടി മാറ്റാനും തയ്യാറാവില്ല. എന്നും മേൽപ്പുര അതൊന്നും മാറ്റിയിട്ട് മേൽപ്പുര എന്നും അപ്പൊ പുള്ളി വേറെ ആയിരിക്കും പറയുക, അയാളെ മാറ്റിക്കോ എന്നേ പറയുള്ളൂ, വേറെ ഡയലോഗൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ MT വാസുദേവൻ നായരുടെ ആ നിഷ്കർഷ ദൈവം പാലിച്ചുകൊണ്ട് എഴുത്തുകാരൻ എന്ന നിലയിൽ ജോസഫിലെ കേച്ചേരി ചെയ്ത ഒരു വലിയ പുണ്യമെന്ന് പറയുന്നത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ താളനിബദ്ധമായിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള പാട്ടുകൾ ഉണ്ടാക്കി, 2 മീനിങ് ഫുള്ളായ പാട്ടുകൾ ഉണ്ടാക്കി. ഞാനിവിടെ ജാതി പറയുകയല്ല, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ യൂസഫലി കേച്ചേരി നമ്പൂതിരിയല്ല, ആണോ? ഇതാണ് എൻ്റെ അറിവ്. അപ്പൊ അദ്ദേഹത്തിന്റെ പരിണയം എന്ന പടത്തിലെ പാട്ടുകൾ കേട്ടാറുണ്ടല്ലോ, നമ്മൾ ഞെട്ടിപ്പോകും. ആദ്യം ഞെട്ടിയത് ആരാണെന്നറിയാം? ഒരു നമ്പൂരി തന്നെ. ആ നമ്പൂരിയുടെ പാട്ട് ഇയാൾ എങ്ങനെ ഇതൊക്കെ എത്തിയിരിക്കുന്നു? വൈശാഖ പൗർണമിയോ അതൊക്കെ പറഞ്ഞിരുന്ന പാട്ടൊക്കെ മൊത്തം നമ്മളൊരു മനയിൽ പ്രവേശിക്കുന്നു. അവിടുത്തെ തെക്കിനിയിലും വടക്കിനിയിലും ഒക്കെ നമ്മൾ ഇറങ്ങി നടക്കുന്ന ഒരു പ്രതീതി സൃഷ്ടിക്കുക. ആ അന്തരീക്ഷമായിട്ട് അദ്ദേഹം മനസ്സ് അരിഞ്ഞ് ചെയ്തത്. ഇതൊക്കെ ഒരുപാട് ഇങ്ങനെ നിരന്തരമായിട്ട് പറയാൻ പല ഈ പാട്ടുകൾ എഴുതുന്നതിലുള്ള അന്തരീക്ഷ കൽപ്പനയാണെങ്കിലും എന്താണെങ്കിലും. അതുപോലെ രാമകാര്യാട്ട് ആദ്യം കൊണ്ടിരുന്ന രാമകാര്യാട്ടാണ്. ഈ യൂസഫലി കേച്ചേരി എന്ന് പറയുന്ന മഹാനായ ആളിന്റെ ഉദയത്തിന്റെ മാർക്ക് മൊത്തം കൊടുക്കേണ്ടത് ഒന്ന് സാക്ഷാൽ രാമു കാര്യാട്ടിനാണ്. കാര്യാട്ട് അദ്ദേഹത്തിനാണ് കൊടുക്കേണ്ടത്. രണ്ടാമത് കൊടുക്കേണ്ടത് നമുക്ക് ആർക്കും ഇല്ലാത്തൊരു മഹത്തായ ഒരു മനസ്സുണ്ടായ ഒരു വലിയ മനുഷ്യൻ. അദ്ദേഹം വാസ്തവത്തിൽ കേരളത്തിന്റെ അല്ല ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ പേരാണ് P. ഭാസ്കരൻ. P. ഭാസ്കരൻ എന്ന് പറയുന്ന ആള് പാട്ടൊക്കെ എഴുതാൻ റെഡിയായിട്ട് പേനയും പിടിച്ച് നിൽക്കുന്ന സമയത്ത് കാര്യമായിട്ട് പറയുകയാണ്, നല്ലൊരു ചെറുപ്പക്കാരനുണ്ട്, അഡ്വക്കേറ്റൊക്കെയാണ്, ഒരുമാതിരി നല്ലപോലെ എഴുതും, ഒരു പാട്ട് അയാൾക്കൂടെ കൊടുത്തുകൂടെ. മാഷ് ധാരാളമായിട്ട് സമ്മർദ്ദിക്കും. അങ്ങനെ ഫലത്തിലേക്ക് വെച്ച് പിടിച്ച് കയറ്റുന്നത് കാര്യമായിട്ടും പ്രോത്സാഹിപ്പിക്കുന്നത് ഭാസ്കരൻ മാഷ്. അതുകൊണ്ട് എന്ത് പറ്റി? ചെറിയ ടിക്കറ്റും പറ്റി. അത് ജോസഫിനെ കുറിച്ച് കഴിഞ്ഞത് ക്രിറ്റിസിസമാണ്.
ഒരിക്കലും ക്രിറ്റിസിസമായിട്ട് എടുക്കരുത്. ടി ഭാസ്കരൻ കൊണ്ടുവന്ന യൂസഫലി കേച്ചേരി ടി ഭാസ്കരനെ അനുവദിച്ചു. അതുവരെ പി ഭാസ്കരന്റെ മാത്രം കുത്തകയായിരുന്നു. പിന്നെ മോയിൻകുട്ടി വൈദ്യൊക്കെ എഴുതിയിട്ടുണ്ട് ഈ മാരൻ. പിന്നെ എല്ലാ പാട്ടുകളും എവിടെയെങ്കിലും യൂസഫലിക്കൊരു മാരനുണ്ടാവും. യൂസഫലിയുടെ കളക്ഷൻ ഓഫ് പോയിറ്റ്സ് എടുത്തിട്ട് മാരൻ എങ്ങനെ വന്നു ഒരുപാടുണ്ട്. മണിമാരൻ, പല മാരന്മാരെയും മനസ്സിലായി. കുട്ടിഷ്ടമാരാണ് മക്കളൊക്കെ ആലോചിച്ച് ഞങ്ങളെ കുറിച്ചാണ് മാരനല്ല, മാരാനല്ല, മാരൻ എന്ന് തന്നെയാണ്. അപ്പൊ ആക്ച്വലി ഈ മണിമാരൻ ഇങ്ങനെയുള്ള ചില വാക്കുകൾ ഇദ്ദേഹത്തിന്റെ ഡിക്ഷണറിയിൽ ഉണ്ടായിരുന്നു. അവരുടെ ഭാസ്കരൻ അത് നല്ല മനോഹരമായി ഒരുപാട് മാരന്റെ പിന്നെ ലഹരിന്റെ ഒക്കെ പറഞ്ഞെടുത്ത ഒരുപാട് മാരന്റെ വരും. ഒരുപാട് മാരൻ വരും. പിന്നെ ഈ മണിമാരൻ തന്ന എഴുതിയ പാട്ടാണ്. എന്തെന്താണ് അയ്യോ ദോഷം പറയണ്ട. ഭാസ്കരൻ മാഷ് മണിമാരൻ തന്നത് പണമല്ല പൊന്നല്ല കനകത്തിനാളിന്റെ കരിമ്പിൻ തോട്ടം. ഇതിനാണ് ഈ മാരൻ വരുന്നത്. ഇത് ഇദ്ദേഹത്തിന്റെ മാരൻ നല്ല മാരന്മാരാണ്. ഇദ്ദേഹത്തിന്റെ ഒരു കുഴപ്പമില്ലാത്ത മാരന്മാരെ ഭംഗിയായിട്ട് പ്രതിഷ്ഠിക്കാന്നുള്ളതും യൂസഫലി ചെയ്യും. അങ്ങനെ ഡിഫക്റ്റുകൾ വളരെ കുറവാണെങ്കിൽ പോലും ഈ മലയാള സിനിമയിൽ ഇത്രയും പിടിച്ചു. പിന്നെ വേറൊരു അപകടം എന്ന് വെച്ചാൽ സ്വർഗം താണുന്നതിൽ വന്നൊരു പാട്ട് നോക്കുന്നുണ്ടോ? അതേതാ സിനിമ? മധുമതി. സുഹാന സബർനോ സംഹസി ഹമേഡരി ഹംകോ ന ജാനെ കതി സുഹാൻ. ഈ പാട്ട് മലയാളത്തിലേക്ക് ഇത് എടുക്കുകയാണ്. ഇയാളൊരു സംവിധാനം ചെയ്യുന്നു യൂസഫലി മനദേവതാന്തോ. ഏതെങ്കിലും ഒരു പാർട്ടി ചെയ്യുന്നത് എന്തായിരിക്കും? ഇതാകാനൊക്കെ പറഞ്ഞ് എഴുതുണ്ടാവുക. അദ്ദേഹം ഒരു കംപ്ലീറ്റ് എടുത്ത് മാറ്റിയിട്ടു സ്വർഗം താണിറങ്ങി വന്നതോ ഉണ്ടോ. ആ പാട്ടിന്റെ മീനിങ് കളയാതെ ഹിന്ദി ട്യൂണും കളഞ്ഞിട്ട് മലയാളത്തിൽ സ്വതന്ത്രമായിട്ട് ദേവരായമായിട്ട് ചെയ്യുകയും ചെയ്യും. വാസ്തവത്തിൽ ആ പാട്ട് കേട്ടാൽ അവർ ആചാര്യ പരദേശിന്റെ പാട്ടുണ്ടായിരുന്നു അതിനകത്ത്. അതൊക്കെ മലയാളത്തിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം ഈ ഒരാളുടെ വരികുറിക്കൽ പരിപാടിക്ക് കൂടി വില്ലിങ് അല്ല എന്നുള്ളതാണ്. അവസാന കാലത്ത് കൂടി ചെയ്ത പടങ്ങളൊക്കെ അറിയാവുന്നത്. ഒരുപാട് നല്ല പടങ്ങളും ഒക്കെ ചെയ്തെങ്കിലും സിനിമയിലുള്ള യൂഷ്വൽ ഒരു സംഭവം വലിയ എഴുത്തുകാർക്ക് പറ്റുന്നവരുടെ സിനിമയിലുള്ള കുഴപ്പമുണ്ട്. സിനിമ ഈസ് നോട്ട് ഏറ്റവും ഒരു പൈസ കിട്ടുന്ന ഒരു ബിസിനസ്സാണ്. പുസ്തകം പോലെ ഒറ്റ ഗ്രന്ഥകാരനും ഈ ഇല്ലം കണ്ട് മരിക്കില്ല. കാരണം ഇതൊന്നും വിറ്റഴിക്കുന്നുണ്ട് പോകുന്നുണ്ട്. എഴുത്തുകാരനായിട്ട് ജീവിച്ചവർ വളരെ കുറവാണ്. അതങ്ങനെയാണ്. അനുപമമായ കലയ്ക്കുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞ പോലെ സിനിമയിൽ അദ്ദേഹം ഒരുപാട് ആർജിതമായിട്ടുള്ള റെപ്യൂട്ടേഷൻ ഉണ്ടാക്കിയെങ്കിലും അദ്ദേഹം ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ട് മറ്റുള്ള കലാകാരന്മാരും വരെ വലിയ ബുദ്ധിമുട്ടിലായി. ജോലിയുള്ള ഈ 2 കൊല്ലത്തെ കളിക്കുന്ന ചില വ്യക്തികൾ മാത്രം പൈസയുണ്ട് സിനിമയുണ്ടെന്ന് പറഞ്ഞിങ്ങനെ നടക്കുന്ന ഓരോ കേസുകളുണ്ടല്ലോ. ആകാശവാണിയിലും അവരുടെയൊക്കെ ജോലി സിനിമയും ഇങ്ങനെ നടക്കുന്നവരെ കള്ളന്മാരുണ്ട്. അവരുടെ മാത്രമേ ഉള്ളൂ അത്യാവശ്യം അങ്ങനെ ജീവിക്കുക. പിന്നെ അദ്ദേഹത്തെ കുറിച്ചുള്ള വേറെ ചെറിയൊരു പോയിന്റുകൾ പറയാം. അത് ദേവരായ മാഷ് പറഞ്ഞതാണ്. അതെനിക്ക് അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല പറയരുത്. അദ്ദേഹം നിർമ്മിക്കുന്ന ഒരു പടത്തിൽ അദ്ദേഹം ആരെങ്കിലും ഒരാളെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്, ദേവരായ മാഷാണെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവനവൻ്റെ പോർട്ട്ഫോളിയോയിൽ കയറി ഇടപെടാൻ മാത്രമേ മുതിരൂ. ദേവരാജ ആ പാട്ട് ഇങ്ങനെ വേണം അതിൻ്റെ ട്യൂണ്. ഞാനുദ്ദേശിച്ചത് ഒറ്റണം ഉണ്ടാകെ ഇതാ ഇവിടെ വരെ എന്നുള്ള പാട്ടില്ലേ, ഇതാ ഇതാ ഇവിടെ വരെ ഈ യുഗ സംഗമ സീമ വരെ പരിവർത്തനത്തിൻ്റെ പാതവരെ പാട്ടുണ്ട്. വാസ്തവത്തിൽ ദേവരായ മാഷെ ട്യൂൺ ചെയ്ത് ഈ അദ്ദേഹത്തിൻ്റെ വരികളാണ്. എം.ജി. സോമൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു. എനിക്ക് ആ പാട്ടിനോട് ഇഷ്ടമായിരുന്നില്ല. ടൈറ്റിൽ സോങ്ങായിട്ട് ഇത് കാണിക്കുന്നു. ഞാൻ ഇതാ ഇവിടെ വരെ ഈ യുഗ സംഗമം ഇപ്പോഴുള്ള നല്ല വരി എഴുതി കൂടായിരുന്നോ എന്നെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ദേവരായ മാഷാണ് പറഞ്ഞത്
അതിൽ കൂടുതൽ നല്ല വരി ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഈഗോ ഒക്കെ എനിക്ക് വളരെ ഫ്രീഡം ഉണ്ട്. പക്ഷെ ഇങ്ങനെ എഴുതിയാൽ ശരിയാവില്ല. എൻ്റെ ഈഗോ രണ്ടാണ്. എനിക്ക് ട്യൂൺ ചെയ്യാനൊക്കെ അറിയാമല്ലോ. ഈ കഴിവും കൂടെ മാഷെ അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അതുകൊണ്ട് ഞാൻ ചുമ്മാ പറഞ്ഞു, ഇന്ദ്രിയങ്ങൾ വഴി ചോദിച്ചു എവിടെ എവിടെ വരെ ഈകം സന്ധ്യകൾ വഴി കാണിച്ചു ഇവിടെ വരെ. മാഷിനെ ഇങ്ങനെ നോക്കി കുറെ നേരം, എടാ വല്ലവൻ്റെയും പറമ്പിൽ കയറി കൃഷി ചെയ്ത് നീ ഏതെങ്കിലും പാർട്ടിട്ട് എഴുതാൻ നോക്ക് എന്നാണെങ്കിൽ തോട്ടെ. കാരണം എന്താണ്, നമ്മൾ അത്രത്തോളം ഇദ്ദേഹത്തിനെ യൂസഫ് അലി അങ്ങ് ആവാഹിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഏതാണ് ഇതാ ഇതാ ഇവിടെ വരെ, ഈ യുഗസംക്രമം ഈരം വരെ, പരിവർത്തനത്തിന്റെ പാത വരെ, പരിണാമ ആ നോവലാണത്. എഞ്ചിസാം എന്നുള്ള കഥാപാത്രത്തിന്റെ ഡെവലപ്മെന്റ്സ് ഉണ്ടല്ലോ. ആ പരിവർത്തനത്തിന്റെ ഒരു കാമുകനായിട്ട് വന്ന ഒരാള് വിഷം കലയ്ക്ക് കാമുകയെ പെടുന്നത് ആദ്യത്തെ ആന്റി ഹീറോ ആണ്. ഈ സാധനമാണ് അദ്ദേഹം 4 വരിക്കുന്നത്. അതും ഒരു വള്ളം ഇങ്ങനെ പോകുന്ന ഒരു സിറ്റുവേഷനാണ്. പറഞ്ഞു വന്നത് സന്ദർഭത്തിനൊത്ത് പാട്ട് എഴുതാൻ കഴിയുക, അത് മനസ്സിലാക്കുന്ന നല്ല മ്യൂസിക് എഡിഷൻ ഉണ്ടാക്കുക, ഇതാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം. അതുകൊണ്ട് യൂസഫിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ MT കാറിൽ ഇരുന്ന് പോയ ഒരു സീൻ ഓർക്കുന്നില്ല നിങ്ങൾക്ക് പലർക്കും. പിന്നെ എന്നെ കാണുമ്പോൾ ആ മോഹമുണ്ട്. യൂസഫിൽ 1 മണിക്കൂറായിട്ട് നിർത്തുന്നില്ലെന്നുള്ള തോന്നലുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ എൻ്റെ ഈ പറഞ്ഞ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കാൻ സാഹചര്യം അതും നല്ല അന്തസ്സായിട്ട് ഇവിടെ ഇപ്പോൾ തൃശ്ശൂർ എന്നോടൊരു അപവാദം പറഞ്ഞു. ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, നിങ്ങളാരോടും പറയാൻ പോകണ്ട. ഈ കേരളത്തിൽ 2 സാഹിത്യ അക്കാദമി ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടോ. നിങ്ങൾ അദ്വൈതം കേട്ടോ, അദ്വൈതമാണ് അദ്വൈത അക്കാദമി എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ ലെവലിൽ ഈ സ്ഥാപനത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ഇംഗ്ലീഷിനും അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ സജ്ജമാണ്. അത് പ്രത്യേകം ഈ ചടങ്ങിൽ വെച്ച് പറയാൻ അനുവദിച്ചിട്ടുണ്ട്. തുടർന്നുള്ള ഗംഭീരമായ പ്രസംഗങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞ് ഉദ്ഘാടനം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നു. ഞാനത് ചെയ്യുന്നു.